ചെലവുണ്ടേ. ചെയ്യും ചെയ്യട്ടോ. ആ അളിയാ ചെലവടത്തണം കേട്ടോ. ഈ ലഡൊന്നും പറ്റില്ല കേട്ടോ, മറ്റേ സാധനം വേണം. ഇപ്പൊ സന്തോഷായില്ലേ? ശ്രീമോളെ കൺഗ്രാറ്റ്. എന്റെ പൊന്നുമോക്ക് ജോലി കിട്ടിയല്ലോ, നിനക്ക് സന്തോഷായില്ലേ? രാധേ, ഒരു ഉണക്കമുളക് അടുപ്പിലിട്ട് ചുട്ട് കടുക് ഉപ്പും ചേർത്ത് മോളെ ഒന്ന് ഒഴിഞ്ഞേക്ക്. ഇവൾക്ക് കണ്ണേറ് കിട്ടും ആ രുക്മിണിയുടെ. ഇനി എന്ത് കണ്ണേറ്? എന്റെ ഭാര്യയും വാഴയുമായ നിനക്കും ഇതുകൂടി ഒരു പാഠമാ. അവൾക്ക് എന്ത് പാടാ? ഞാൻ പറയാം, ഈ പ്രശ്നങ്ങൾക്കിടയിലും സ്ത്രീ ജോലിക്കായിട്ട് അപേക്ഷിച്ചില്ലേ? ഈ മരവാഴയ്ക്ക് എന്തുകൊണ്ടത് ചെയ്തുകൂടാ? ചേട്ടാ, എന്നെ മരവാഴയെന്ന് വിളിച്ചാലുണ്ടല്ലോ. എടീ, നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാനിതൊക്കെ പറയുന്നേ, അല്ലാതെ വഴക്കിട്ടതല്ല. ഒരു സർക്കാർ ജോലിയുള്ള ഭാര്യയെടുത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ഭർത്താവും വഴക്കിന് വരില്ല. 10 കാശ് നിന്റെ കൊണ്ടെങ്കിലേ ഞാൻ ഉൾപ്പെടെ എല്ലാ എണ്ണം നിന്റെ മുമ്പിൽ ഓശാന പാടി നിൽക്കും. ഓശാന. അത് ചെയ്യാൻ പറയുന്ന കറക്റ്റ് കാര്യമാട്ടോ മോളെ. ഏത് പെൺകുട്ടികൾക്കും സ്വയം പര്യാപ്തത വേണം. അതാടി അവൻ പറഞ്ഞത്. ഒരു തോൽവിക്ക് ഒരു ജയം, അതായിപ്പോ ഇവിടെ കണ്ടത്. ഇനി എന്റെ മോക്ക് ആരുടെ മുന്നിൽ തലകുനിക്കേണ്ടി വരില്ല. ഇത് രുക്മിണിയുടെ തലക്കിട്ട് ദൈവം കൊടുത്തൊരു പണിയ. ഇനി ഹരീഷ് ഒരക്ഷരം മിണ്ടില്ല. ഞാൻ ഒരിക്കൽ കൂടി നന്ദനോട് പറയാ, എന്റെ കാര്യസാധ്യത്തിനൊന്നുമല്ല, നന്ദനയുടെ നന്മയ്ക്ക് വേണ്ടിയാ. കല്യാണം മുടക്കി സന്തോഷിക്കുന്ന സൈക്കോ ഒന്നും അല്ല ഞാൻ. അവനോട് എനിക്ക് വൈരാഗ്യമൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഇത് ഞാൻ പറയുന്നത് നന്ദനെ ഒരു വലിയ ആപത്തിൽ നിന്ന് രക്ഷിക്കാനാ. എടോ, അവൻ കണ്ടാൽ ആള് വലിയ സുന്ദരനാണെങ്കിലും അവന്റെ ഉള്ളിൽ നിറയെ സൈനൈഡാ. വൈൽഡ് ആനിമൽസിനോട് പോലും അവനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് താൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. അതിന് എന്തായാലും നടക്കാത്ത കാര്യം ഋതികെ. എന്റെ അച്ഛന്റെ ഒരേ ഒരു ആഗ്രഹം ഈ കല്യാണം. അച്ഛന്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുത്തേ പറ്റൂ. അച്ഛനെ ഞാൻ ധിക്കരിക്കില്ല. അത് മാത്രമല്ല മോളെ, അദ്ദേഹം ജയിലിലും അല്ലേ. ജയിലിൽ കിടക്കുന്ന ഒരാളുടെ ഒരാഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് മകളുടെ കടമയല്ലേ. നിങ്ങൾ നാശത്തിലേക്കാ പോകുന്നത്. നമ്മുടെ നല്ലതും മോശമൊക്കെ ദൈവമല്ലേ മോളെ തീരുമാനിക്കുന്നേ. ഇതുവരെ ദീപക് വളരെ മോശക്കാരനായിരുന്നു, വൃത്തികെട്ടവനുമായിരുന്നു. അതൊക്കെ ഞാൻ സമ്മതിച്ചു. അതുകൊണ്ടെന്താ ഇനി അവന് നന്നായിക്കൂടാന്നുണ്ടോ? ഒരു നല്ല ജീവിതം കിട്ടുമ്പോ മനുഷ്യര് മാറും മോളെ. മാറിയില്ലെങ്കിൽ അതിവളുടെ തലവിധി, അത്രേ ഉള്ളൂ. മോള് വാ. പലവട്ടം ഞാൻ രണ്ടിനെ ഇല്ലാതാക്കാൻ നോക്കിയതാ, ചാവുന്നുമില്ലല്ലോടാ. എന്റെ മുറപ്പെണ്ണിന്റെ കാര്യമാണോ പറയുന്നത്? പിന്നെ നിന്റെ ഒരു മുറപ്പെണ്ണ്. എടാ, അവള് പറയാ നന്ദനെയും നീയും തമ്മിലുള്ള കല്യാണം നടക്കില്ലാന്ന്. അവളോട് പോവാൻ പറയാമേ. പരസ്പരം മാല ചാർത്തുന്നത് ഞങ്ങളല്ലേ. അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ഞാനല്ലേ, അല്ലാതെ അവളാണോ? അവള് വെല്ലുവിളിയും കൊണ്ട് വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഏത് കാര്യത്തിനാമേ അവള് വെല്ലുവിളിക്കാത്തത്? ഈ കല്യാണത്തിനെ നമ്മൾ ആകെ പേടിച്ചിരുന്നത് ആ ദിവ്യയാ. അവൾ ആ കൊച്ചിനെയും ചുമന്നുകൊണ്ട് ഇവിടെ തേരാ പാരാ നടന്ന അത് നമുക്കൊരു വെല്ലുവിളിയാകും, നാണക്കേടും ആവും. ആ കാര്യം നമ്മൾ ഈസി ആയിട്ട് പരിഹരിച്ചു. അല്ലമ്മേ, ഞാനത് ചോദിക്കാനിരിക്കുമായിരുന്നു. കാര്യം എന്റെ കാരണത്തിട്ട് അടിച്ചിട്ടാണെങ്കിലും അവള് വലിയ കോലാഹലമൊന്നും ഉണ്ടാക്കാതെ തന്നെ ഇറങ്ങിപ്പോയത്. അതിന്റെ പിന്നില് എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ടല്ലോ. അതെന്തായിരിക്കും അമ്മേ? ഒരേ ഒരു ഭീഷണിയെ ഞാൻ അവളോട് പറഞ്ഞോളൂ. ഒരു ദിവസം നേരം പുലരുമ്പോ നീ ഉണർന്നു കിടക്കുമ്പോ നിന്റെ കുഞ്ഞ്
ജീവനില്ലാതെ കിടക്കൂന്ന്. പറഞ്ഞതുപോലെ ചെയ്യുന്നവളാ ഈ അംബികാവർമ്മയെന്ന് അവൾക്ക് നല്ലോണം അറിയാം. അതാ അവള് കുഞ്ഞിനെ എടുത്തോണ്ട് സ്ഥലം വിട്ടത്. അമ്മ ഈ പറഞ്ഞ കാര്യം ഞാൻ പല പ്രാവശ്യം ആലോചിച്ചതാ. ആ കുഞ്ഞിന്റെ കാര്യം. നമ്മളെ എല്ലാ സത്യങ്ങളും നന്ദനയോടും അവളുടെ അമ്മയോടും തുറന്നു പറഞ്ഞത് നന്നായി. ഇവളെ ബോംബ് പോലെ കൊണ്ടു നടന്ന കാര്യങ്ങളൊക്കെ നമ്മള് ചെറിയ ഓലപ്പടക്കം പോലെ ആക്കി കളഞ്ഞില്ലേ? അവളെ കല്യാണം മുടക്കുന്നു. അവൾ ഒരു പുല്ലും ചെയ്യില്ല അമ്മേ. എന്തൊക്കെ സംഭവിച്ചാലും ഈ കല്യാണം നടക്കും. ഈ വീട്ടിലെ നിനക്കൊരു കുടുംബം ഉണ്ടാവണം. ഇവിടെ ഓടിക്കളിച്ച് വളരേണ്ടതേ ഋതികയുടെ കുഞ്ഞുങ്ങളല്ല, നിന്റെ കുഞ്ഞുങ്ങളായിരിക്കണം. വെട്ടിപ്പിടിക്കാൻ നോക്കുമ്പോഴൊക്കെ അതൊക്കെ തട്ടിക്കളയാൻ നോക്കുന്നതേ അവനും അവളും കൂടിയാ. ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കത്തില്ല. ഇതെല്ലാം ഞാൻ എന്റേതാക്കും. അമ്മ നല്ല ധൈര്യത്തോടെ ഇരിക്കെ. നാളെ കുന്നത്തുകാവ് അമ്പലത്തിൽ വെച്ച് എന്റെ കല്യാണം നടക്കും. അത് ഇവളല്ല, ഇനി ഇവളുടെ തന്ത പ്രതാപവർമ്മ വിചാരിച്ചാലും നന്ദനയുടെ കഴുത്തില് ഞാൻ താലി കെട്ടിയിരിക്കും. എന്റെ ഭാര്യയായിരിക്കാൻ ജനിച്ചവളാണ് പിള്ളേച്ചന്റെ മകൾ നന്ദന. എടാ, ഒരു പേടി കൊണ്ട് ചോദിക്കുവാ. നിന്റെ കല്യാണം നടക്കാൻ പോവാന്നറിഞ്ഞ്